അഭിലാഷ എന്ത് പറ്റി രാവിലെ? കാറ്റ് പോയതാ. എന്നാ ഉണ്ട് ചേച്ചി പിന്നെ വിശേഷം? അങ്ങനെ പോകുന്നു. നിന്നെ ഇപ്പൊ കാണാനൊന്നും ഇല്ലല്ലോടാ. മെമ്പറെ ഞാനെന്നും കാണാറുണ്ട്, മെമ്പറാ എന്നെ കാണാത്ത. അതെ, ഞാൻ വൈകിട്ട് വിളിക്കാം. അപ്പൊ വൈകിട്ട് കാണാം ചേച്ചി. ആയിക്കോട്ടെ, ശരി എന്നാ. പൊന്നോ, നമുക്ക് തള്ളാനാണേ വിധി. ഓയ് ഓയ് ഉണ്ണിവായ്, ഉണ്ണിവായ്, നിനക്കെന്താടി എന്നെ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്തത്? എന്താടി ഉണ്ണിമായ നിനക്ക് ഇത്ര ഗൗരവം? നീ എന്നെ മൈൻഡ് ചെയ്യുന്നല്ലോടി. വീട്ടിലോട്ട് ഞാൻ മിണ്ടില്ല. അന്ന് മിഠായി വാങ്ങിത്തരാന്ന് പറഞ്ഞ് പോയതല്ലേ. വാങ്ങിത്തരാ മോളെ, നീ എന്റെ ഉണ്ണിമായല്ലേ. പോ വീട്ട. ഡോക്ടറെ നമസ്കാരം. ഡോക്ടറെ എന്തോ ഉണ്ട്? നമസ്കാരം. എവിടെ പോയിട്ട് വരുന്നു? പാല് തീർന്നുകൊണ്ട് പുറത്തുനിന്ന് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇന്നത്തെ പത്രത്തിൽ എന്തുണ്ട് വിശേഷം? പത്രത്തിൽ എന്നുമുള്ള വിശേഷങ്ങൾ തന്നെ സാറേ. പക്ഷെ പാവത്തങ്ങൾക്ക് 1 കിലോ അരി കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഭയങ്കര സന്തോഷമായി. എന്തായാലും ഇനി പത്രം തരാൻ വീട്ടിലോട്ട് വരണ്ട. ഓക്കെ. ശരി. ചേട്ടാ ഒരു നാരങ്ങ ഉണ്ടോ? അഭിയേട്ടാ ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞിട്ട് പോയ ആളാ. എടാ അതെ, നമ്മുടെ രാജുവേട്ടൻ്റെ ഒരു കാര്യത്തിന് പോയത്. തിരിച്ചെത്തിയപ്പോൾ താമസിക്കുവാടാ. അല്ലെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം കാര്യം മറന്നുപോകുന്ന ആളല്ലേ. അങ്ങനൊന്നും ഇല്ലടാ. എന്നാട്ടാ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, അത്രേ ഉള്ളടാ എനിക്ക്. ഇയാളാണ് ശരിക്കുമുള്ള മനുഷ്യസ്നേഹി. അതെ. അഭിയേട്ടാ. എന്താടാ അഭിയേട്ടാ, കൃഷ്ണപിള്ള സാറിന്റെ അവിടെ അഭിയേട്ടനല്ലേ പത്രം ഇടാറ്? അവിടെ നിന്ന് പത്രമൊന്നും ആരും എടുത്തിട്ടില്ല. 1 മാസം മുമ്പാണ് കേണൽ സാർ വന്നത്. ആണോ? ഞാനൊരു മാസം ലീവായിരുന്നു. വേറെ പയ്യനാണ് അവിടെ ഇട്ടോണ്ടിരുന്നത്. അതുകൊണ്ടൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ട് പോവാ. സാർ എനിക്കൊരു മാസത്തെ പൈസ തരാനുണ്ട്. ശരിടാ. ഓക്കെ. കേണൽ സാറേ, കൃഷ്ണപിള്ള സാറേ. സാറേ, ഞാൻ പുറത്ത് നോക്കിയപ്പോൾ ഇവിടെ ആരെയും കാണാത്തോണ്ടാണ് ഞാൻ വിളിച്ചു നോക്കിയിട്ട് അകത്തോട്ട് കയറി വന്നത്. അതുമാത്രമല്ല, 2-3 ദിവസത്തെ പത്രവും പുറത്തെടുപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ മാസത്തെ പൈസയും കിട്ടിയില്ലായിരുന്നു. ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാ. നീ എനിക്കെന്നും വരുമ്പോൾ പത്രം കൈ കൊണ്ട് തരണം. ഒരുപക്ഷെ കണ്ടില്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ബെല്ലടിക്കുകയോ വാതിലൊന്ന് മുട്ടുകയോ ചെയ്യണം. അതെന്താ സാറേ അങ്ങനെ? എനിക്കത് മനസ്സിലായില്ല. കാരണം എൻ്റെയും സമയം പോവും, സാറിൻ്റെയും സമയം പോവും. അതുമാത്രമല്ല, ഞാൻ രാവിലെ വെളുപ്പാങ്കാലത്ത് ഇറങ്ങുന്നതല്ലേ, എൻ്റെ ഒത്തിരി സമയം പോവും. അതുകൊണ്ടാണ്. നീ രാവിലെ തന്നെ ഒരുപാട് ജോലിയുടെ തിരക്കിലാണെന്ന് എനിക്കറിയാം. അതിനൊന്നും ബുദ്ധിമുട്ട് കരുതേണ്ട കാര്യമില്ല. ഇത് ചെയ്യുന്നതിന് ഞാൻ നിനക്ക് എന്തെങ്കിലും കൂലി തന്നുകൊള്ളാം. കതക് തട്ടുന്നതൊരു പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ള കൂലി ഞാനത് കൃത്യമായിട്ട് തന്നുകൊള്ളാം. നിനക്കിവിടെ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കണം. കതക് തുറന്ന് ഞാനിങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊന്ന് അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും. എന്താ സാറേ അങ്ങനെ?
എനിക്ക് മനസ്സിലായില്ലല്ലോ. എൻ്റെ ഭാര്യ പിരിഞ്ഞു പോയിട്ട് വർഷങ്ങളോളമായി. മാത്രമല്ല എൻ്റെ മോനും മോളും ആണെങ്കിൽ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പത്രം വായിക്കാറില്ല മോനെ. ഈ വാതിലിൻ്റെ മുട്ട് കേൾക്കാനാണ് ഞാൻ പത്രം വരുത്തുന്നത്. പരിചയമുള്ള ഒരു മുഖം കാണാനും പറ്റുമെങ്കിൽ 2 വാക്ക് സംസാരിക്കാനും വേണ്ടിയിട്ടാണ്. മോനെ, എൻ്റെ മോൻ വിദേശത്താണ്. എനിക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മോനെ അതൊന്ന് വിളിച്ചറിയിക്കണം. സാറ് വിഷമിക്കണ്ട, ഞാനിനി എന്നും സാറിനെ കാണാൻ വരും. വാ. ഇതൊരു പട്ടാളക്കാരന്റെ കഥയല്ല. ഇദ്ദേഹത്തെ പോലെ എത്ര പേർ ഈ രാജ്യത്തുണ്ട്. അവരെ ആരും കാണുന്നില്ല, അത്രമാത്രം. നിങ്ങൾ ഇതുപോലൊരു മനുഷ്യനെ കണ്ടാൽ അയാൾക്കായി അല്പസമയം കണ്ടെത്തും, അത്രമാത്രം മതി. അത് ഒരാളുടെ ജീവിതം സന്തോഷകരമാക്കാൻ കഴിയും. ഈ ലോകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട്: സന്തോഷത്തോടെ അവസാന നിമിഷം വരെ ജീവിക്കുക. നമുക്ക് ജീവിക്കാം. ഏകാന്തതയിൽ ആരുമില്ലാതെ കഴിയുന്നവർക്ക് ഒരു കൈത്താങ്ങായി മാറാം. മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ.